അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മൊത്തത്തിൽ ഒരു തൃശങ്കുവിൽ അകപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് തലങ്ങും വിലങ്ങും അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ. ഇപ്പോൾ കോടതി ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പിൻവലിക്കണം, അത് തിരിച്ചടിയാകുമെന്ന് പറയുന്നു. നിക്കി ഹൈലി പറയുന്നു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത് വലിയ അബദ്ധമാണെന്ന് പറയുന്നു. പ്രതിപക്ഷം അതിനെ ആയുധമാക്കി അമേരിക്കയിൽ വലിയ ആഘോഷങ്ങൾ നടത്തുന്നു. അമേരിക്കയിൽ പണപ്പെരുപ്പം ഉയരുന്നു. അമേരിക്കക്കാർക്കിടയിൽ ട്രംപിന്റെ പോപ്പുലാരിറ്റി ഇടിയുന്നു എന്നുള്ള റിപ്പോർട്ടുകൾക്കെല്ലാം അവസാനം ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് ആ റിപ്പോർട്ട്? നരേന്ദ്രമോദിക്കെതിരെ കളിക്കാൻ നിന്ന ഡൊണാൾഡ് ട്രംപിനെ ചെക്ക് വെച്ചിരിക്കുകയാണ് ജൂത സമൂഹം എന്നുള്ളതാണ് റിപ്പോർട്ട്. നമുക്കറിയാം അമേരിക്കയുടെ നട്ടല് തന്നെ ജൂതന്മാരാണ്. ഈ ജൂതന്മാർ കെട്ടിപ്പടുത്ത ഒരു രാഷ്ട്രമാണ് അമേരിക്ക എന്നൊരു ഘട്ടത്തിൽ തന്നെ അമേരിക്കയിലെ പല ആൾക്കാരും അവകാശപ്പെടുന്നതുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. ആ റിപ്പോർട്ട് ഇത്തരത്തിലാണ്: യുക്രൈൻ സംഘർഷത്തിന് ഇന്ത്യ ഉത്തരവാദിയാണെന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ആൾക്കാർ പോലും പറയുന്നത് യുക്രൈൻ സംഘർഷം, അതായത് യുക്രൈനിൽ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ ഇവരെല്ലാം മരിക്കാൻ കാരണം ഇന്ത്യയാണ്. കാരണം ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് റഷ്യയ്ക്ക് പണം ലഭിക്കുന്നത്. ആ പണം വെച്ചാണ് യുക്രൈനിലേക്ക് മിസൈൽ അയക്കാൻ റഷ്യ ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇതൊരു അബദ്ധജടിലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു അബദ്ധം എന്ന് പറയുന്നത് ഇന്ത്യയെക്കാട്ടിലും കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത് ചൈനയാണ്. ആ ചൈനയെ ഇവർ കുറ്റപ്പെടുത്തുന്നില്ല. പോരാത്തതിന് യുക്രൈനിലേക്ക് ഇന്ത്യ ഡീസൽ കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. യുക്രൈനിലേക്ക് ഇന്ത്യ ഡീസൽ കയറ്റി അയക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ രീതിയിൽ യുക്രൈൻ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ യുക്രൈനെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ യുക്രൈൻ സംഘർഷത്തിന് ഇന്ത്യ ഉത്തരവാദിയല്ലെന്നും US ഉദ്യോഗസ്ഥരുടെ വിമർശനം ആഴത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുവെന്നും അമേരിക്കൻ ജൂത കമ്മിറ്റിയാണ് ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യയെ വിമർശിച്ച US ഉദ്യോഗസ്ഥനെ അമേരിക്കൻ ജൂത അഭിഭാഷക സംഘമാണ് ഇപ്പോൾ വിമർശിച്ചത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ന്യൂഡൽഹി എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നതെന്ന് വാദിക്കുകയും US ഇന്ത്യ ബന്ധം സജ്ജമാക്കാൻ അവർ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിലെ അംഗങ്ങൾ ഇന്ത്യ മോസ്കോയിൽ നിന്ന് ഊർജ്ജം വാങ്ങുന്നതിനെ വിമർശിച്ചു. ഇത് യുക്രൈൻ സംഘർഷത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനെ യുദ്ധ യന്ത്രത്തിന് ധനസഹായം നൽകുന്നുവെന്ന് പറഞ്ഞു. വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ സംഘർഷത്തെ മോദിയുടെ യുദ്ധമെന്ന് വിളിക്കുകയും സമാധാനത്തിലേക്കുള്ള പാത ഭാഗികമായി ന്യൂഡൽഹിയിലൂടെയാണെന്ന് പറയുകയും ചെയ്തതിനു ശേഷമാണ് വെള്ളിയാഴ്ച അമേരിക്കൻ ജൂത കമ്മിറ്റിയുടെ പരാമർശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.